പെരിഞ്ഞനം കൊറ്റംകുളം വാട്ടർ ടാങ്കിനടുത്ത് തമിഴ്നാട് സ്വദേശിയെ വെള്ളക്കെട്ടിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുനെൽവേലി പുരംകുളം സ്വദേശി അറുമുഖനാണ് മരിച്ചത്. മാളയിൽ മോഷണ ശ്രമം. മൊബൈൽ ടവർ എർത്ത് കേബിളുകൾ മോഷ്ടിക്കാൻ ശ്രമിക്കുന്ന യുവാവിനെ ജീവനക്കാരൻ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഓടി രക്ഷപ്പെട്ടു. മാള ഫൊറോനപ്പള്ളി കോംപ്ലക്സിൽ ഇന്ന് രാവിലെയാണ് മോഷണ ശ്രമം നടന്നത്. വലപ്പാട് ഹോട്ടലിൽ പാചകം ചെയ്യുന്നതിനിടെ പ്രഷർ കുക്കർ പൊട്ടിത്തെറിച്ച് 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു. വലപ്പാട് ചന്തപ്പടിയിൽ പ്രവർത്തിക്കുന്ന ജനകീയ ഹോട്ടലിലാണ് അപകടമുണ്ടായത്. എടമുട്ടം സ്വദേശികളായ കോന്നംപറമ്പത്ത് സുനിത, കുറ്റിക്കാട്ട് വീട്ടിൽ സുമിത എന്നിവർക്കാണ് പരിക്കേറ്റത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പെരിഞ്ഞനം കൊറ്റംകുളം വാട്ടർ ടാങ്കിനടുത്ത് തമിഴ്നാട് സ്വദേശിയെ വെള്ളക്കെട്ടിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുനെൽവേലി പുലംകുളം സ്വദേശി അറുമുഖനാണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് ഇയാൾ താമസിക്കുന്ന വീടിനടുത്തുള്ള വെള്ളക്കെട്ടിൽ മൃതദേഹം കണ്ടെത്തിയത്. 10 വർഷത്തോളമായി അറുമുഖം കൊറ്റംകുളത്താണ് താമസം. ഇരുചക്രവാഹനത്തിൽ പാത്രക്കച്ചവടം നടത്തിവരുന്നയാളാണ് അറുമുഖൻ. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി കുരുന്നുകൾ. മഞ്ഞ നിറമുള്ള മുയൽ കുടുക്ക നിറയെ സ്നേഹത്തിന്റെ സമ്പാദ്യവുമായി 1-ാം ക്ലാസ്സുകാരൻ അർണവും പിറന്നാൾ ആഘോഷിക്കാൻ സൂക്ഷിച്ചു വെച്ച 1,00,000 രൂപയുമായി 7-ാം ക്ലാസ്സുകാരി ദിയുമാണ് കളക്ടറെ കാണാനെത്തിയത്. കുട്ടികൾ നൽകിയ പണക്കുടുക്കയും ചെക്കും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഏറ്റുവാങ്ങി. 2 കുട്ടികളും എല്ലാവർക്കും മാതൃകയാണെന്ന് തുക ഏറ്റുവാങ്ങിക്കൊണ്ട് ജില്ലാ കളക്ടർ പറഞ്ഞു. അർണവ് വിഷ്ണു നായർ തനിക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങാനായി 2 വർഷങ്ങളായി കുടുക്കയിൽ സൂക്ഷിച്ച 1,103 രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. ദുബായ് ജെംസ് അവർ ഓൺ ബോയ്സ് ഹൈസ്കൂളിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അർണവ്. ദുബായിൽ ജോലി ചെയ്യുന്ന പൂത്തോൾ സ്വദേശിയായ വിഷ്ണു, നന്ദിത രാജ് എന്നിവരുടെ ഏക മകനാണ് അർണവ്. അർണവ് മുത്തച്ഛൻ പ്രൊഫസർ ഡോക്ടർ EU രാജനോടൊപ്പമാണ് തുക കൈമാറാൻ എത്തിയത്. വയനാട്ടിലെ ദുരന്തം ടിവിയിലൂടെ കണ്ടപ്പോൾ ഏറെ സങ്കടം തോന്നിയെന്നും തുക കൈമാറിയത് ഏറെ സന്തോഷത്തോടെയാണെന്നും അർണവ് പറഞ്ഞു. അബുദാബി ഗ്ലോബൽ ഇന്റർനാഷണൽ ഹൈസ്കൂളിലെ 7-ാം ക്ലാസ് വിദ്യാർത്ഥിയായ ദിയ സി ദീപക് വെക്കേഷൻ ആഘോഷിക്കാനാണ് നാട്ടിലെത്തിയത്. ആഗസ്റ്റ് 24-ന് പിറന്നാൾ ആഘോഷിക്കാനായി മാറ്റിവെച്ച 25,000 രൂപയാണ് ദിയ സി ദീപക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. അബുദാബിയിൽ ജോലി ചെയ്യുന്ന കൂർക്കഞ്ചേരി സ്വദേശിയായ ദീപക് സിമിന ദമ്പതികളുടെ മകളാണ് ദിയ. മുത്തച്ഛനായ അശോകനോടൊപ്പമാണ് ദിയ കളക്ടറെ കാണാനെത്തിയത്. ദുരിതബാധിതരെ സഹായിക്കാനായി നിറഞ്ഞ മനസ്സോടെയാണ് തുക കൈമാറിയതെന്ന് ദിയ പറഞ്ഞു. ജില്ലയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇതുവരെ വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും വ്യക്തികളുമായി 4,47,848 രൂപ നൽകി. മീഡിയ ടൈം, തൃശൂർ. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന മുട്ടയ്ക്കും പാലിനും ആദ്യമായി അധിക തുക അനുവദിച്ച് സംസ്ഥാന സർക്കാർ. പുതിയ അധ്യയന വർഷത്തിൽ ജൂണിലെ ഉച്ചഭക്ഷണ വിഹിതത്തിനൊപ്പം മുട്ടയ്ക്കും പാലിനുമായി 22.67 കോടി രൂപയാണ് സംസ്ഥാനത്തിന് പ്രത്യേക വിഹിതമായി അനുവദിച്ച് ഉത്തരവിറക്കിയിരിക്കുന്നത്. 26.24 ലക്ഷം കുട്ടികൾക്കുള്ള തുകയാണിത്. നിലവിൽ ഉച്ചഭക്ഷണത്തിനായി ഓരോ കുട്ടിക്കും പൊതുവായി നൽകുന്ന തുച്ഛമായ വിഹിതത്തിൽ നിന്നാണ് സംസ്ഥാനം അധികമായി ഏർപ്പെടുത്തിയ മുട്ടയ്ക്കും പാലിനും കൂടിയുള്ള തുകയും കണ്ടെത്തിയിരുന്നത്. എന്നാൽ പുതിയ അധ്യയന വർഷത്തിൽ ജൂണിലെ ഉച്ചഭക്ഷണ വിഹിതത്തിനൊപ്പം മുട്ടയ്ക്കും പാലിനുമായി 22.67 കോടി രൂപ സംസ്ഥാനത്തിന്റെ പ്രത്യേക വിഹിതമായി അനുവദിച്ച് ഉത്തരവിറക്കി. 26.24 ലക്ഷം കുട്ടികൾക്കുള്ള തുകയാണിത്. ആഴ്ചയിൽ 2 ദിവസമായി ഒരു കുട്ടിക്ക് നൽകുന്ന 300 മില്ലി പാലിന് മിൽമ നിരക്ക് അനുസരിച്ച് 15.60 രൂപ വീതവും മുട്ടയ്ക്ക് 6 രൂപ വീതവുമാണ് അനുവദിച്ചിരിക്കുന്നത്. ഏറെക്കാലമായി അധ്യാപകരും സ്കൂൾ അധികൃതരും ആവശ്യപ്പെടുന്നതാണിത്. ഈ ആവശ്യമടക്കം ഉന്നയിച്ച് കോൺഗ്രസ് അധ്യാപക സംഘടനയായ KPSTA ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. അധിക പോഷകാഹാര പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനം ആഴ്ചയിൽ 2 ദിവസം 150 മില്ലി വീതം പാലും 1 ദിവസം മുട്ടയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 8-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായാണ് ഉച്ചഭക്ഷണ പദ്ധതി. 150 കുട്ടികൾ വരെയുള്ള സ്കൂളുകളിൽ ഒരു കുട്ടിക്ക് 8 രൂപയും 150-ന് മുകളിൽ 500 കുട്ടികൾ വരെയുള്ള ഇടങ്ങളിൽ 7 രൂപ വീതവും അതിനു മുകളിൽ കുട്ടികൾ ഉണ്ടെങ്കിൽ 6 രൂപ വീതവുമായിരുന്നു ഉച്ചഭക്ഷണത്തിന് സർക്കാർ വിഹിതം. ഇതിൽ 60% കേന്ദ്ര വിഹിതവും 40% സംസ്ഥാന വിഹിതവുമാണ്. എന്നാൽ ഈ അധ്യയന വർഷം ഇത് പരിഷ്കരിച്ച്
5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് 150-ൽ കുറവുള്ള ഇടങ്ങളിൽ 6 മുതൽ 8 വരെ ക്ലാസുകളിൽ 8.17 രൂപയാക്കി നേരിയ വർധന വരുത്തുകയും ചെയ്തു. അരി സപ്ലൈകോ വഴി സൗജന്യമായി നൽകുന്നുണ്ട്. എന്നാൽ പച്ചക്കറി, മറ്റു പാചകവാതകം എന്നിവയ്ക്കൊപ്പമാണ് പാലിനും മുട്ടയ്ക്കുമുള്ള വിഹിതം കൂടി ഈ തുകയിൽ നിന്നും കണ്ടെത്തിയിരുന്നത്. ഇതിനാണ് മാറ്റമാകുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. മാളയിൽ മോഷണശ്രമം. മൊബൈൽ ടവർ എർത്ത് കേബിളുകൾ മോഷ്ടിക്കാൻ ശ്രമിച്ച യുവാവിനെ ജീവനക്കാരൻ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഓടി രക്ഷപ്പെട്ടു. മാള ഫോറനപ്പള്ളി കോംപ്ലക്സിൽ ഇന്ന് രാവിലെയാണ് മോഷണശ്രമം നടന്നത്. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ സ്ഥാപനത്തിലെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. മാള പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഇരുചക്ര വാഹനത്തിൽ എത്തിയ ആൾ മൊബൈൽ ടവറിന്റെ സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന സ്ഥലത്തെത്തി കേബിളുകൾ ശേഖരിക്കുമ്പോൾ എറണാകുളത്ത് മൊബൈൽ ടവർ കമ്പനി ഓഫീസിൽ മെസ്സേജ് ലഭിച്ചു. തുടർന്ന് ഇവിടെ നിന്നും അഷ്ടമിച്ചിറയിലെ ഓഫീസിലെ ജീവനക്കാരനെ വിളിച്ച് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തുകയായിരുന്നു. ഇയാൾ കോംപ്ലക്സിന് മുകളിൽ ടവറിന് സമീപം എത്തി പരിചയമില്ലാത്ത ആളെ കാണുകയും ആരാണെന്ന് ചോദിച്ചപ്പോൾ ടെക്നീഷ്യൻ ആണെന്നാണ് പറഞ്ഞത്. തുടർന്ന് ID കാർഡ് ചോദിച്ചപ്പോൾ ചോദ്യം ചെയ്ത ജീവനക്കാരനെ തള്ളിയിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് പറയുന്നു. മോഷ്ടാവ് ഇരുചക്ര വാഹനത്തിൽ കോംപ്ലക്സിലേക്ക് വരുന്നതും ഓടുന്നതുമായ ദൃശ്യങ്ങൾ സമീപത്തെ സ്ഥാപനത്തിലെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. മാള പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മോഷ്ടാവ് വന്ന ഇരുചക്ര വാഹനം ഉപേക്ഷിച്ചാണ് പോയിരിക്കുന്നത്. വാഹന നമ്പറും CCTV ദൃശ്യങ്ങളും മോഷണം നടത്താൻ എത്തിയ ആളെ പിടികൂടാൻ സഹായിച്ചേക്കും. കഴിഞ്ഞ ദിവസം മാളയിലെ വിവിധ പ്രദേശങ്ങളിലായി ദേവാലയങ്ങളിൽ മോഷണം നടന്നിരുന്നു. മീഡിയ ടൈം, മാള. വലപ്പാട് ഹോട്ടലിൽ പാചകം ചെയ്യുന്നതിനിടെ പ്രഷർ കുക്കർ പൊട്ടിത്തെറിച്ച് 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു. വലപ്പാട് ഗ്രാമപഞ്ചായത്തിന് കീഴിൽ വലപ്പാട് ചന്തപ്പടിയിൽ പ്രവർത്തിക്കുന്ന ജനകീയ ഹോട്ടലിലാണ് അപകടമുണ്ടായത്. കുടുംബശ്രീ പ്രവർത്തകർ നടത്തുന്ന ഹോട്ടലിൽ രാവിലെ 10:30 പാചകം ചെയ്യുന്നതിനിടെയാണ് പ്രഷർ കുക്കർ പൊട്ടിത്തെറിച്ചത്. ജനകീയ ഹോട്ടലിന്റെ നടത്തിപ്പുകാരായ എടമുട്ടം സ്വദേശികളായ കോന്നംപറമ്പത്ത് വീട്ടിൽ സുനിത മണികണ്ഠൻ, കുറ്റിക്കാട്ട് വീട്ടിൽ സുമിത സുധികുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ വലപ്പാട് ദയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുവർക്കും മുഖത്താണ് പരിക്കേറ്റിട്ടുള്ളത്. കർക്കിടക വാവ് പ്രമാണിച്ച് ഇന്നും നാളെയും കൊച്ചി മെട്രോ സർവീസ് സമയം കൂട്ടി. ഇന്ന് തൃപ്പൂണിത്തുറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11-നും 11:30-നും സർവീസ് ഉണ്ടാകും. നാളെ ആലുവയിൽ നിന്ന് തൃപ്പൂണിത്തുറയിലേക്ക് പുലർച്ചെ 5-നും 5:30-നും സർവീസ് ഉണ്ടാകും. ആലുവ മഹാദേവ ക്ഷേത്ര മണപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങുകൾക്കായി 45 ബലിത്തറകളാണ് ഇത്തവണ ഒരുക്കിയിരുന്നത്. മഴയെ തുടർന്ന് ക്ഷേത്രത്തിന് ചുറ്റും വെള്ളപ്പൊക്കത്തിൽ ചെളിയടിഞ്ഞതിനാൽ പാർക്കിംഗ് ഏരിയയിലാണ് ഇത്തവണ ബലിത്തറകൾ ഒരുക്കിയിരിക്കുന്നത്. ക്ഷേത്രത്തിലേക്കും പുഴയിലേക്കും ഭക്തർക്ക് പ്രവേശനം അനുവദിക്കില്ല. ഇനി നാട്ടിൽ നടന്നത്. കയ്പമംഗലത്ത് വീട് തകർന്നു വീണു. കയ്പമംഗലം 13-ാം വാർഡിൽ വഴിയമ്പലം കാരാപ്പുള്ളി ക്ഷേത്രത്തിന് സമീപം പട്ടത്ത് വീട്ടിൽ കണ്ണന്റെ വീടാണ് തകർന്നത്. ഇന്നുച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം. ഓടുമേഞ്ഞ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. സംഭവ സമയം വീട്ടുകാർ തറവാട്ട് വീട്ടിലേക്ക് പോയിരുന്നതിനാൽ അപകടം ഒഴിവായി. പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. ചാലക്കുടി പറയൻതോട് വൃത്തിയാക്കുന്നതിനിടയിൽ 50 ലിറ്റർ വാഷ് നിറച്ച ക്യാൻ കണ്ടെത്തി. ഇന്ന് രാവിലെ വാർഡ് മെമ്പർ പ്രീജ സലീമിന്റെ നേതൃത്വത്തിൽ പറയൻതോട് ശുചീകരിക്കുന്നതിനിടെയാണ് 50 ലിറ്റർ വാഷ് നിറച്ച ക്യാൻ കണ്ടെത്തിയത്. ചാലക്കുടി എക്സൈസിന് വിവരം അറിയിച്ചതിനെ തുടർന്ന് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ജെയ്സൺ ജോസ്, ജോഷി ചക്കാലയ്ക്കൽ, KN സുരേഷ്, KP സുനിൽകുമാർ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ക്യാനിലുള്ളത് വാഷ് തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയർന്ന് വെള്ളം ഒഴുകിയെത്തിയപ്പോൾ മറ്റെവിടെയോ സൂക്ഷിച്ചിരുന്ന ക്യാൻ ഒഴുകി വന്നതാകാം എന്നാണ് നിഗമനം. സംസ്ഥാനത്ത് മഴയ്ക്ക് നേരിയ ശമനം. അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ മുന്നറിയിപ്പിൽ 4 ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലർട്ടുള്ളത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഈ ജില്ലയിൽ ശനിയും ഞായറും ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ എല്ലാ ജില്ലകളിലും നേരിയ മഴയ്ക്ക് മാത്രമാണ് സാധ്യത. തൃശൂർ ജില്ലയിലെ കരുവന്നൂർ, ഗായത്രി എന്നീ നദികളിൽ കേന്ദ്ര ജല കമ്മീഷൻ പ്രഖ്യാപിച്ച ഓറഞ്ച് അലർട്ട് പിൻവലിച്ചു. ജലനിരപ്പ് അപകടകരമായി തുടരുന്ന സാഹചര്യത്തിൽ കരുവന്നൂർ, ഗായത്രി, കീച്ചേരി നദികളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആയതിനാൽ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ 1.9 മുതൽ 2.3 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. വയനാട്ടിലെ ദുരന്ത മേഖലയിലുള്ള ജനങ്ങൾക്ക് സഹായഹസ്തവുമായി പറവൂർ നഗരവാസികളും
മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പറവൂർ നഗരസഭ 1 ലക്ഷം രൂപ നൽകും. പറവൂരിലെ വ്യാപാരികൾ, വ്യക്തികൾ, സ്ഥാപനങ്ങൾ, നഗരവാസികൾ എന്നിവരിൽ നിന്നായി അരി, പഞ്ചസാര, തേയില, പുതപ്പുകൾ, വസ്ത്രങ്ങൾ, പയർ, ബിസ്ക്കറ്റ്, ക്ലീനിംഗ് പൗഡർ, ബക്കറ്റുകൾ, കപ്പുകൾ, ടോർച്ചുകൾ, ബാറ്ററികൾ തുടങ്ങിയവയാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ സ്വരൂപിച്ചത്. കളക്ഷൻ സെന്ററായ പറവൂർ ടൗൺ ഹാളിലെത്തിച്ച സാധനങ്ങൾ നഗരസഭാ ജീവനക്കാർ തരംതിരിച്ച് ബണ്ടിലുകളാക്കി. മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ശശീന്ദ്രൻ, വൈസ് ചെയർമാൻ MJ രാജു, മുനിസിപ്പൽ സെക്രട്ടറി ജോ ഡേവിൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ അനു വട്ടത്തറ, VA പ്രഭാവതി, സജി നമ്പ്യാത്ത് എന്നിവർ നേതൃത്വം നൽകി. പറവൂരിൽ നിന്നും ശേഖരിച്ച സാധനങ്ങൾ എറണാകുളം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ എത്തിച്ച് അവിടെ നിന്ന് വയനാട്ടിലേക്ക് കൊണ്ടുപോകും. AIYF മാള മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാടിന് ഒരു കൈത്താങ് എന്ന ക്യാമ്പയിന്റെ ഭാഗമായി കുടിവെള്ളം, വസ്ത്രങ്ങൾ, നിത്യ ഉപയോഗ സാധനങ്ങൾ ഉൾപ്പെടെയുള്ളവ വയനാട്ടിലേക്ക് എത്തിക്കുന്നതിനായി വാഹനം പുറപ്പെട്ടു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. CPI തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം K വസന്തകുമാർ, MR അപ്പുക്കുട്ടൻ, MK ബാബു, രമ്യ ശ്രീജേഷ്, VS ഗോപാലകൃഷ്ണൻ, സനീഷ് കുമാർ PS, അഭിലാഷ് PS, സിജു സുകുമാരൻ, സച്ചിൻ സദാനന്ദ്, ഹിരൺ ഹരിദാസ്, അജയ് കുമാർ CC, രഞ്ജിത്ത് KR, നിഷാബ്, BN മണി, ശ്രീകുട്ടൻ എന്നിവർ നേതൃത്വം നൽകി. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ശാരീരികമായി പീഡിപ്പിച്ച യുവാവിനെ ആളൂർ SHO KM ബിനീഷ് അറസ്റ്റ് ചെയ്തു. കൊല്ലം പത്മന സ്വദേശിയായ മൂനംവീട് കോളനിയിലെ നിയാസിനെയാണ് അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയുമായി 2ലധികം പ്രാവശ്യം ഇയാൾ ശാരീരികമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്ന സംഭവത്തിൽ പെൺകുട്ടിയുടെ വീട്ടുകാർ പോലീസിന് പരാതി നൽകിയതോടെ ഒളിവിൽ പോകാൻ ശ്രമിച്ച നിയാസിനെ കൊല്ലം പത്മനയിലുള്ള വീട്ടിൽ നിന്നുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇന്ന് രാവിലെ ആളൂർ സ്റ്റേഷനിലെത്തിയ പ്രതിയെ പെൺകുട്ടി തിരിച്ചറിഞ്ഞിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ നിയാസിനെ റിമാൻഡ് ചെയ്തു. മാള മെഡ്സ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് നാഷണൽ സർവീസ് സ്കീം യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ വയനാട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വേണ്ട 1ാം ഘട്ടത്തിൽ സ്വരൂപിച്ച അവശ്യ സാധനങ്ങളുടെ ഫ്ളാഗ് ഓഫ് NSS വളണ്ടിയർമാരും സ്റ്റാഫ് അംഗങ്ങളും ചേർന്ന് നിർവഹിച്ചു. APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി NSS സെല്ലിന്റെ തൃശൂർ ജില്ലയിലെ കളക്ഷൻ പോയിന്റായ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശൂരിലേക്കാണ് അവശ്യ സാധനങ്ങൾ കൈമാറുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പെരിഞ്ഞനം കൊറ്റംകുളം വാട്ടർ ടാങ്കിനടുത്ത് തമിഴ്നാട് സ്വദേശിയെ വെള്ളക്കെട്ടിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുനെൽവേലി പുലങ്കുളം സ്വദേശി അറുമുഖനാണ് മരിച്ചത്. മാളയിൽ മോഷണ ശ്രമം. മൊബൈൽ ടവർ, എർത്ത് കേബിളുകൾ മോഷ്ടിക്കാൻ ശ്രമിക്കുന്ന യുവാവിനെ ജീവനക്കാരൻ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഓടി രക്ഷപ്പെട്ടു. മാള ഫൊറോനപ്പള്ളി കോംപ്ലക്സിൽ ഇന്ന് രാവിലെയാണ് മോഷണ ശ്രമം നടന്നത്. വലപ്പാട് ഹോട്ടലിൽ പാചകം ചെയ്യുന്നതിനിടെ പ്രഷർ കുക്കർ പൊട്ടിത്തെറിച്ച് 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു. വലപ്പാട് ചന്തപ്പടിയിൽ പ്രവർത്തിക്കുന്ന ജനകീയ ഹോട്ടലിലാണ് അപകടമുണ്ടായത്. എടമുട്ടം സ്വദേശികളായ കോന്നംപറമ്പത്ത് സുനിത, കുറ്റിക്കാട്ട് വീട്ടിൽ സുമിത എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.